ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 163 എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം ഹൃദ്യമായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പഠിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുവാനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പിതാക്കന്മാർക്ക് ദൈവം വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളും പ്രാർത്ഥനകളും പിന്തുണയും ശക്തിയുമാകുന്നു എന്ന യാഥാർത്ഥ്യം സങ്കീർത്തന മാതിരിയുടെ ഓരോ എപ്പിസോഡിലൂടെയും സംവേദിപ്പിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എപ്പിസോഡിൽ 40-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 40-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി ക്ഷമയോടെ കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 40-ാം സങ്കീർത്തനവും ദാവീദ് രാജാവിനാൽ വിരചിതമാണ്. ഈ സങ്കീർത്തനങ്ങളുടെയൊക്കെ തലക്കെട്ടായി സംഗീത പ്രമാണിക്ക് എന്ന വാക്യം എന്ന വാചകം നൽകിയിട്ടുമുണ്ട്. അതായത് അതൊരു വലിയൊരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മുൻപും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. എല്ലാ സമർപ്പണവും എല്ലാത്തിൻ്റെയും പ്രമാണിയായ ദൈവത്തിനുള്ളതാണ്. ചിട്ടപ്പെടുത്തിയവർ കാണും, ചിലർക്ക് ഡെഡിക്കേറ്റ് ചെയ്തത് കാണും, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും പ്രമാണി സർവശക്തനായ ദൈവമാണ്. സംഗീതശാസ്ത്രത്തിൽ താളവും രാഗവും കൊടുത്തവർ, ഈണം കൊടുത്തവർ ഒക്കെയുണ്ട്. ദാവീദ് തന്നെ, പ്രത്യേകിച്ച് ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള, ദാവീദ് രചിച്ചെങ്കിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള യദൂദൂൻ പോലെയുള്ള ചിലരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ യഥാർത്ഥ സമർപ്പണം, യഥാർത്ഥ ഡെഡിക്കേഷൻ എല്ലാത്തിൻ്റെയും പ്രമാണിയായ ദൈവത്തിനാണ്. അപ്പോൾ ഇവിടെയും സംഗീത പ്രമാണിക്ക് എന്നുള്ള തലക്കെട്ടോടെ ഒരു ദിവ്യമായ പഠന ശാഖ തന്നെ, സമർപ്പണത്തിൻ്റെ ഒരു ശാഖ തന്നെ ഇവിടെ തരികയാണ്. പാടിയാലും പ്രസംഗിച്ചാലും എഴുതിയാലും പഠിപ്പിച്ചാലും വായിച്ചാലും ധ്യാനിച്ചാലും എല്ലാം ദൈവത്തിനു വേണ്ടിയാണ്. നാം എന്ത് ചെയ്താലും അത് സർവശക്തൻ്റെ നാമം മഹത്വത്തിനായിരിക്കണം, ആകണമെന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഹൂദ പ്രാർത്ഥനകളിൽ, ആരാധനകളിൽ ആ ഒരു ആശയം എപ്പോഴും അവർ ഉയർത്തി കാണിച്ചിരുന്നു. 40-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്ന വാചകങ്ങൾ, ആശയങ്ങൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ രക്ഷണീയ പ്രവർത്തനങ്ങളിൽ ദൈവം നൽകിയ അനുഭവം, എങ്ങനെ ദൈവം രക്ഷപ്പെടുത്തി, ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനത്തവനായിരുന്നു, ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി, ആ സാഹചര്യത്തിൽ നിന്നൊക്കെ ദൈവം നൽകുന്ന വിടുതൽ, അതായത് വിടുതലിൻ്റെ ഒരു രക്ഷാശാസ്ത്രം, ഒരു വലിയ സാക്ഷ്യപ്പെടുത്തലാണ് 40-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഭക്തൻ ഇരുന്ന് ധ്യാനിക്കുകയാണ്. ദൈവം തനിക്ക് നൽകിയിട്ടുള്ള ദിവ്യമായ അനുഭവം, തനിക്ക് നൽകിയ അനുഭവങ്ങളെ ഓർത്ത്, സമൂഹത്തിന് നൽകിയ നന്മകളെ ഓർത്ത്, ലോകത്തിന് മുഴുവൻ നൽകിയ രക്ഷയെ ഓർത്ത്, വിടുതലിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുകയാണ്. നമ്മളുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് ഈ 40-ാം സങ്കീർത്തനം നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് വായിച്ചു നോക്കണം. എല്ലാ സങ്കീർത്തനങ്ങളും ഒന്ന് വായിച്ചു നോക്കണം. അതായത് താളാത്മകമായിട്ട് ആ മ്യൂസിഷ്യൻ പാടിക്കൊടുക്കുന്നു,
ആ സമൂഹം മൊത്തത്തിൽ ഏറ്റുപാടുന്നു. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുകയാണ്, എന്നാൽ കൂട്ടത്തോടൊരു പാട്ടുപോലെ നമ്മളുടെയൊക്കെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു പാട്ടുപോലെ ഈ സങ്കീർത്തനം ആ ഒരു സമൂഹം മൊത്തം, ആ സഭ മുഴുവൻ ഇരുന്നെന്ന് ആരാധിക്കുന്നത്, ഇടവക മുഴുവൻ ഇരുന്നെന്ന് ആരാധിക്കുന്ന തലം, അല്ലെങ്കിൽ പ്രാർത്ഥനായോഗങ്ങളിൽ ആ കൂട്ടം ആരാധിക്കുന്ന തലം, നമ്മളുടെ കുടുംബം ആരാധിക്കുന്ന തലം ഒന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഇതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. ഞാൻ യഹോവയ്ക്കായി ക്ഷമയോടെ കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ജീവിതാനുഭവത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ചില ട്രാൻസ്ലേഷനുകളിൽ കാത്തിരുന്നു എന്ന്, അതായത് ഒരു കാത്തിരിപ്പിന് അല്പം കൂടെ തീവ്രത കൊടുക്കുകയാണ്. അതായത് ഈ സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ട ഹീബ്രു ഭാഷയിൽ വെറും ഒരു കാത്തിരിപ്പല്ല, കാത്തിരുന്നു. ഇവിടെ അതുകൊണ്ടാണ് ഉപയോഗിച്ചേക്കുന്നത് ക്ഷമയോടെ കാത്തിരുന്നു. ഈ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ യഹോവയ്ക്കായി കാത്തിരിക്കുകയാണ്. പഴയ കാലത്ത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഒരു രക്ഷകൻ അവതരിക്കും, രക്ഷകൻ വന്ന് വിടുതൽ നൽകും. അവർ ഭയങ്കരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയൊരു സമൂഹമാണ്. ഉപദ്രവങ്ങൾ ഒത്തിരി അവർക്ക് കിട്ടി. അതുകൊണ്ട് കാത്തിരിപ്പിൻ്റെ ഒരു വേദശാസ്ത്രം അവർക്കുണ്ട്. പ്രത്യേകിച്ച് ദാവീദിൻ്റെയൊക്കെ കാലമൊക്കെ കഴിഞ്ഞ്, ശലോമോൻ്റെ കാലം കഴിഞ്ഞ് പിന്നീട് ഇസ്രായേൽ ഡിവൈഡ് ചെയ്തു പോയി. നെബൂഖദ്നേസർ രാജാവ് രാജ്യം നശിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് യിരെമ്യാവിൻ്റെ യെഹെസ്കേലിൻ്റെയും കാലത്ത്, യെശയ്യാവിൻ്റെ കാലത്ത് ആ പ്രവചനങ്ങളിലൊക്കെ മെസ്സിയാനിക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു വലിയ കാത്തിരിപ്പുണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ച് ദാവീദിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് യഹൂദന് ഒരു സ്ഥിരത കിട്ടിയ കാലഘട്ടമാണ്. ആ സ്ഥിരത കിട്ടിയ കാലഘട്ടം, സ്ഥിരത കൊടുത്ത രാജാവ് തന്നെ പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, ക്ഷമയോടെ കാത്തിരുന്നു, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരും ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. തമ്പുരാൻ രണ്ടാമത് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞ എല്ലാവരും പറയും 2000 വർഷമായിട്ട് അച്ഛന്മാരും ഉപദേശിമാരും പാസ്റ്റർമാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. 2000 വർഷമായിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ പോയതുപോലെ വേഗം വരും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും, ഞാൻ വരും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷേ സമൂഹം നമ്മളെ കുറ്റപ്പെടുത്തും. യുക്തിവാദികൾ, ഈ വിശ്വാസം അറിയാത്തവർ, അതിൻ്റെ ആഴമറിയാത്തവർ. കർത്താവ് വരുമെന്ന് കുറേ നാളുകൊണ്ട് പറഞ്ഞല്ലോ, കർത്താവ് വേഗം വരും. എന്താ വരാത്തത്? നമുക്കെല്ലാവർക്കും കൊടുക്കാനുള്ളൊരു മറുപടിയാണ്. ഇസ്രായേലിന് ശക്തി കൊടുത്ത, സ്ഥിരത കൊടുത്ത, കോട്ട കെട്ടി സംരക്ഷിച്ച രാജാവ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, ക്ഷമയോടെ കാത്തിരുന്നു. യഹോവയുടെ വരവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു തലമുറയുണ്ടാകണം. അവൻ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് പറയുന്നവർക്ക് വിശ്വാസമില്ല. അവൻ വരുമോ? വരുമായിരിക്കും, ചിലപ്പം വരുമായിരിക്കും. ഇന്ന് എത്ര പേർക്ക് നമ്മുടെ കർത്താവ് വീണ്ടും വരും? പഴയ നിയമത്തിൽ യഹോവയ്ക്കായി കാത്തിരുന്നു, യഹോവയ്ക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നു എന്ന് പഠിപ്പിച്ച സമൂഹം അന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളുടെ എല്ലാം പ്രസംഗങ്ങളിലും പഠനങ്ങളിലുമൊക്കെ ഉണ്ടാകണം. ദൈവദാസന്മാരുടെ വചനങ്ങളിൽ, ഉപദേശകരുടെ വചനങ്ങളിൽ, എഴുത്തുകളിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത് ഇതായിരുന്നു. ഈ പഴയ കാലത്ത്, ഞാൻ ഹൃദയപൂർവ്വം പറയട്ടെ, ഈ പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേൾക്കുന്ന വചനങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ളതായിരുന്നു. കർത്താവിൻ്റെ വരവ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് ഒത്തിരി പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വിഷയമേ അങ്ങ് വിട്ടു. ബൈബിളൊക്കെ ഇന്ന് കുട്ടിക്കളിയാക്കി മാറ്റപ്പെട്ടു. വേദപുസ്തകം പഠിപ്പിക്കുന്നത് കഥകളും ഉപകഥകളും മാത്രം പറയാനുള്ള അനുഭവമാക്കി മാറ്റി. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അത്ഭുതം പ്രാപിക്കാനുള്ള കളിമാർഗങ്ങളാക്കി മാറ്റി. കർത്താവ് വരുമെന്നുള്ള ഉറപ്പ് പറയാത്തവരൊന്നും ദൈവദാസന്മാരല്ല. ദൈവത്തെ കണ്ടിട്ടില്ല. എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് രാജാവായി വരും, കർത്താവായി വരും, അവൻ വിടുതൽ നൽകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനെ കർത്താവിൻ്റെ വചനം പറയാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഉറപ്പുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഉറപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരുമൊക്കെ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയും. ആധുനിക കാലത്തെ പോലെ കോപ്പി അടിക്കുന്ന പ്രസംഗങ്ങൾ പറയും. മറ്റുള്ളവർ ഭംഗിയായി പറയുന്നതൊക്കെ ആരെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും അറ്റവും മൂലയും മറച്ച് മറ്റെന്തൊക്കെയോ പറയും.
നന്നായി പറയുന്നത്, ആത്മനിറവിൽ പറയുന്ന വചനങ്ങളെ ആത്മാവില്ലാതെ പറഞ്ഞു തീർക്കും. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു തലമുറയുണ്ടാകണം. അതായത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്താണെന്നറിയാമോ? കർത്താവ് രണ്ടാമത് വന്നത് കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളതല്ല, കർത്താവ് വരുമെന്നുള്ള വിശ്വാസം നിലനിർത്താൻ സാധിച്ചു എന്നുള്ള ഒരു പൂർണ്ണത പൂർവികർക്കുണ്ടായിരുന്നു. അതായത് ഈ ജീവിക്കുന്ന എന്നിലും എന്നേക്കാൾ ജൂനിയേഴ്സായിട്ടുള്ളവരിലും ഈ കൊച്ചു കുഞ്ഞുങ്ങളിലും വരെ കർത്താവ് രണ്ടാമത് വരും എന്നുള്ള വിശ്വാസം ഉറപ്പിക്കാൻ പൂർവികർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് വിശ്വാസം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് നമ്മുടെ പ്രശ്നമാണ്. പൂർവികർ പറഞ്ഞു കൊടുത്തു. ഇന്ന് അധികാരത്തിന് വേണ്ടി തമ്മിത്തല്ലുകയാണ്, സ്ഥാനത്തിന് വേണ്ടി തമ്മിത്തല്ലുകയാണ്, പദവിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, നല്ല മേച്ചിൽ സ്ഥലങ്ങൾക്ക് വേണ്ടി തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയാൻ ആർക്കാ താല്പര്യം? ഇന്ന് തിയോളജിയൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് കൗൺസിലിങ്ങും വേദശാസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ വചനങ്ങൾ നിസ്സാരമായി തീരുകയാണ്. എല്ലാ പഠനങ്ങളും നമ്മൾക്ക് വേണം. പറയുന്ന ഞാൻ ഉൾപ്പെടെ പലതും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നേക്കാൾ ഉപരിയായിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളൊക്കെ. പക്ഷേ അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ട ഒരടിത്തറയെന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാകണം. വേദപുസ്തകം ഭംഗിയായിട്ട് പഠിക്കണം പ്രിയമുള്ളവരെ. വേദപുസ്തകം കൊച്ചു പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കണം, ചെറുപ്പത്തിൽ തൊട്ട് പഠിപ്പിക്കണം. ഭംഗിയായി വേദപുസ്തകം വായിക്കുന്നവൻ, പഠിക്കുന്നവൻ, അവനൊരു തീവ്രവാദിയാവില്ല, അവളൊരു വർഗീയവാദിയാകത്തില്ല, ജീവിതത്തിൽ നിരാശ തോന്നത്തില്ല, പ്രത്യാശയാൽ നിറയും. ആ ഒരു വിശ്വാസം തന്നെ വലുതാ. നമ്മൾ തന്നെ ആലോചിച്ചോ, ചിലതിനു വേണ്ടിയൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. ആ സംഗതി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം തീർന്നു. എന്നാൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്നുള്ള വിശ്വാസം അത് ഏറ്റവും വലുതാണ്. പാട്ടുകാരൻ പാടി, കാത്തുകാത്തേകനായി നിൻ വരവോർത്തു ഞാൻ, നാളെത്ര നീക്കിയൻ യേശുദേവാ, കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറാത്ത വാക്കു നീ തന്നതല്ലോ. കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറാത്ത വാക്കു നീ തന്നതല്ലോ. കാത്തുകാത്തേകനായി നിൻ വരവോർത്തു ഞാൻ, നാളെത്ര നീക്കിയൻ യേശുദേവാ. ഞാൻ യഹോവയ്ക്കായി ക്ഷമയോടെ കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. സങ്കീർത്തനക്കാരൻ പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. ഇന്ന് ക്ഷമ നഷ്ടപ്പെടുന്ന ലോകത്തിൽ, ദൈവത്തിനു വേണ്ടി കാത്തിരിപ്പാൻ ഇഷ്ടമില്ലാത്ത ലോകത്തിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. നമ്മൾ ആർക്കൊക്കെ വേണ്ടി എത്രയോ മണിക്കൂറുകൾ കാത്തിരിക്കുന്നു. നമ്മൾ ഒറ്റ കാര്യത്തിൽ ചിന്തിച്ചോണം, സ്കൂൾ വിട്ടു വരുന്ന കുഞ്ഞിനു വേണ്ടി ആ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ വാഹനവുമായി കാത്തിരിക്കുന്ന മാതാപിതാക്കളാകാം നിങ്ങൾ. അല്ലെങ്കിൽ സ്കൂൾ വണ്ടി വരുന്നത് നോക്കി വീടിൻ്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന മാതാപിതാക്കളായിരിക്കാം നിങ്ങൾ. രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി സ്കൂൾ വണ്ടി ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കാം. ഒരു ടെസ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി പോകുമ്പോൾ ബ്ലഡ് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും. നിങ്ങളുടെ മക്കൾ വെളിയിലോട്ട് പോയിട്ട് അവർ വിളിക്കുന്നത് കാത്തിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് എന്തായെന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. കാത്തിരിപ്പ് ഒത്തിരിയുണ്ട്. ഇത് തീരത്തില്ല പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളമുണ്ട്. ഇത്രത്തോളം കാത്തിരിപ്പിന് വേണ്ടി ലൗകികമായ കാത്തിരിപ്പിന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകണം. അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനെ സംബന്ധിച്ച് ബാക്കി എല്ലാറ്റിലും ഒരു കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെ അനുഭവം ഉണ്ടാകും. ഇന്ന് പ്രതീക്ഷയുടെ അനുഭവം ഇല്ലാതെ പോകുന്നത് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളിലൂടെയാണ്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ കേട്ട് കാണും.
നമ്മൾ അനേകം തവണ വായിച്ചിട്ടുള്ളൊരു പുസ്തകം. അതിൻ്റെ അതിൽ പറയുന്നത് കർത്താവിൻ്റെ കല്ലറ എക്സ്കവേഷൻ നടത്താൻ പോയ ചില വ്യക്തികളെക്കുറിച്ചുള്ളൊരു പഠനമാണ്. അവർ പഠനം നടത്തി കർത്താവിൻ്റെ കല്ലറ നോക്കി, ആ കല്ലറ ഒഴിഞ്ഞതല്ല, അതിൻ്റെ അകത്തിൽ അസ്ഥികൂടങ്ങളുണ്ടായിരുന്നു, അവൻ ഉദ്ധാനം ചെയ്തിട്ടില്ല എന്നൊരു കണ്ടെത്തൽ, ഒരു ഫൈൻഡിങ്സ് അവർ നടത്തുകയാണ്. അപ്പോൾ ഇത് ലോകത്തിൽ അറിയിച്ചപ്പോൾ സഭകളുടെ സുവിശേഷം ഇല്ലാതാകുന്നു, ആശ്രമങ്ങളും ദേറാകളും അടച്ചുപൂട്ടുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇല്ലാതാകുന്നു, ഒരു വലിയ അന്ധത ബാധിക്കുന്നു. ആ പുസ്തകത്തിൽ പറയുന്നത് കർത്താവിൻ്റെ ഉദ്ധാനത്തെ നെഗറ്റീവായിട്ട് പറയുകയല്ല, മറിച്ച് അങ്ങനെയൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലുണ്ടാകാൻ പോകുന്ന അന്ധകാരം, അത് മനസ്സിലെ അന്ധകാരം ലോകത്തിലെ അന്ധകാരമായി മാറുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കർത്താവിൻ്റെ കല്ലറ ഒഴിഞ്ഞതായിരുന്നു, അവൻ ഉദ്ധാനം ചെയ്തവനായിരുന്നു. ആ ഉദ്ധാനം ചെയ്ത കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കാത്തിരിപ്പിനെല്ലാം ശക്തി ഉണ്ടാകുന്നത്. നമ്മൾ പിള്ളേരെ കാത്തിരിക്കുമ്പോൾ, ഒരു ഫോൺ കോൾ കാത്തിരിക്കുമ്പോൾ ഹൃദയത്തിൽ ഓർത്തോണം, ദൈവമേ ഇതിനു വേണ്ടിയല്ല ഞാൻ കാത്തിരിക്കേണ്ടത്. അതൊരു ഭൗതിക കാര്യമാണ്. നിൻ്റെ മോനോ മോളോ വിളിക്കും, ഉറപ്പാ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ വിളി എപ്പോഴാണ്? അതിനുവേണ്ടി കാത്തിരിക്കണം. ഒരു 5 മിനിറ്റ് നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ബസ് സ്റ്റോപ്പിൽ നമ്മൾ കാത്തിരിക്കുമ്പോഴും, ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഈ റിസൾട്ടൊക്കെ വന്നു പോകും. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിളിയുടെ ആ ഒരു കാത്തിരിപ്പ്, യഥാർത്ഥത്തിൽ നമുക്ക് ഈ പ്രത്യാശ നൽകുന്നതെല്ലാം എന്താണെന്നറിയാമോ? ആ കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ജീവിതത്തിന് പ്രത്യാശ നൽകുന്നത്. നമ്മൾ പറയത്തില്ലയോ, ചിലയിടത്ത് ഓർത്തോണം, കാലടി, അങ്കമാലി ഫോർ കാലടി ബോർഡ് വെച്ചിട്ടുള്ളത് കാണാം, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ കാണാം, അങ്കമാലി ഫോർ കാലടി. അതായത് കാലടിയിൽ പോകാനുള്ളവർ അങ്കമാലിയിൽ ഇറങ്ങിക്കോണം. അപ്പം ചിലതിനു വേണ്ടിയുള്ള ചില കാത്തിരിപ്പാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കത്തില്ലയോ, നമ്മൾ ചില വാക്കുകൾ പറയുന്നു, ചിലരുടെയൊക്കെ സുഖിപ്പിച്ച് പറയുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട്. ആയതുപോലെ ഈ വാക്ക്, ചില പരീക്ഷകൾ എഴുതുന്നു, അതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ചിലത് വായിക്കുന്നു, അതിൻ്റെ പിന്നിലും ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തിനോ വേണ്ടിയുള്ളൊരു ലക്ഷ്യപൂർത്തിക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. ചില ജോലി ചെയ്യുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? പണമൊക്കെ കിട്ടുന്നു, എന്തിനു വേണ്ടിയാണ്? വീട്ടിലെ ചിലവ് കഴിയണം, അതിനു വേണ്ടിയാണ്. വയറ് നിറയണം, പിള്ളേരുടെ കാര്യങ്ങൾ നടക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിനൊക്കെ മനുഷ്യർക്ക് ഓരോ കഷ്ടപ്പാടിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. വലിയ ഇൻ്റർനാഷണൽ ലക്ഷ്യങ്ങളൊന്നും ആകണമെന്നില്ല കേട്ടോ. നമുക്ക് വലിയ വലിയ കാര്യങ്ങളോ, നമുക്ക് നാളെ ലോകകപ്പ് ടീമിൽ കളിക്കണമെന്നോ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെപ്പോലെ ഫാദർ ഓഫ് നേഷൻ ആകണമെന്നോ, അല്ലെങ്കിൽ മോദിയെപ്പോലെ പ്രധാനമന്ത്രി ആകണമെന്നോ എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളൊക്കെ ഉള്ളൂ. ആ ലക്ഷ്യത്തിൻ്റെ പിന്നിലും ചില കാത്തിരിപ്പുണ്ട്. അപ്പോൾ ദൈവികമായ കാത്തിരിപ്പിലൂടെ ദൈവം വരുമെന്നുള്ള കാര്യം ഉറപ്പുണ്ടെങ്കിൽ, തമ്പുരാൻ വരുമെന്നുള്ള കാര്യം ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ കാര്യവും നടക്കും. കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനും ഉദ്ധാനം ചെയ്യും. മരണതുല്യമായ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടും. ആ ഒരു രക്ഷണ്യ സാക്ഷ്യം എല്ലാ അനുഭവത്തിലും നമുക്കുണ്ടാകണം. ഏത് ജാതിയിലും മതത്തിലും പെട്ടവർ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വിശ്വസിച്ചോ, പക്ഷേ എന്നാലും ആ ഒരു പ്രതീക്ഷയാണ്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതീക്ഷ, അതിൻ്റെ പൂർണ്ണത. നമ്മൾ തന്നെ അവിശ്വാസികളായി മാറരുത്. ഏത് സമൂഹത്തിലായാലും അവിശ്വാസികളാകരുത്. നടക്കുമോ? സർവേശ്വരന് സാധിക്കുമെന്ന് വിശ്വസിച്ച്, വരുമെന്ന് പ്രതീക്ഷിച്ച്, നിങ്ങളെ തേടി വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ മുൻപോട്ട് പോകണം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, ദൈവം തമ്പുരാൻ വരും, പല വേഷത്തിൽ വരും. ഭിക്ഷക്കാരനായിട്ട് വന്നെന്നിരിക്കും, ഉപദേശിയായിട്ട് വന്നെന്നിരിക്കും, ചിലപ്പോൾ അധ്യാപകനായിട്ട് വന്നെന്നിരിക്കും, ഏത് വേഷത്തിലും വരാം. അപ്പോൾ ഏത് വേഷത്തിലും വരാമെന്നുള്ള ആ പ്രതീക്ഷയെന്ന് പറയുന്നത് നമ്മളെ എങ്ങനെങ്കിലുമൊക്കെ ദൈവം വന്ന് കാണും. ആ ദൈവത്തിൻ്റെ രൂപത്തിൽ തന്നെ വരണമെന്നില്ല. അതുകൊണ്ട് ചെയ്യേണ്ട നന്മകളൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മളുടെ മുൻപിൽ വരുന്ന ഭിക്ഷാദേഹികൾക്കാണെങ്കിലും, നമ്മളെ ശാസിക്കുന്നവർക്കാണെങ്കിലും, നമ്മളുടെ ബന്ധുമിത്രാദികൾക്കാണെങ്കിലും അവരവരർഹിക്കുന്ന നന്മകൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഈ കാത്തിരിപ്പ് ഒരു വലിയ അനുഭവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഒരു സ്വന്തം സാക്ഷ്യം സങ്കീർത്തനക്കാരൻ നടത്തുകയാണ്. അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേൾക്കുക മാത്രമല്ല, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, കാലുകളെ ഒരു പാറമേൽ നിർത്തി.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഈ കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കിയെന്ന് പറയുമ്പോൾ ചെളിയിൽ താന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കിക്കോണം. അവനിങ്ങനെ ചെളിയിലേക്ക് താണു പോകുകയാണ്. ചുറ്റുവട്ടത്തിൽ ആരുമില്ല. ഒരു വലിയ പാടശേഖരം, അവിടെ മൊത്തം ചെളി കിടക്കുന്നു. ആ ചെളിയിലേക്ക് താണു പോകുകയാണ്. നെഞ്ചറ്റം കഴിഞ്ഞു, കഴുത്തറ്റം കഴിഞ്ഞു, ഇനി ഒരു രക്ഷയില്ല, ഞാൻ താണു പോകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും, ചേറിൽ നിന്നും, അത് ഓർത്തോ, നാശകരമായ കുഴിയിൽ നിന്ന് പിടിച്ചുയർത്തിയെന്നാണ് പറയുന്നത്. നാശകരമായ കുഴി എന്ന് പറയുന്നത് ഓർത്തോണം. അവിടെ ഹിംസ്ര ജീവികളൊക്കെ കാണാം, ഹിംസ്ര ജീവികളുടെ ഗുഹ കാണാം, വിഷപാമ്പുകൾ കാണാം, തേളുകൾ കാണാം, ഉപദ്രവകരമായ കാര്യങ്ങൾ കാണാം. നാശകരമായ കുഴി, അല്ലെങ്കിൽ വിഷം വമിക്കുന്ന വസ്തുക്കൾ കാണാം, ശ്വാസം മുട്ട് അനുഭവപ്പെടാം. നാശകരമായ കുഴിയിൽ നിന്ന് അവൻ എന്നെ കയറ്റി, കുഴഞ്ഞ ചെളിയിൽ നിന്ന് കയറ്റി, കഴുത്തോളം മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതാ ഒരു കൈ വരുന്നു. ആ കൈകളിൽ പിടിച്ചുയർത്തുന്ന ഒരനുഭവം. ഇന്നത്തെ ലോകം, ഞാൻ ചില സമയത്ത് ഇതിനു മുൻപും പറഞ്ഞതായിട്ട് ഓർത്തു പോകുകയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളൊരു കുഴിയിൽ കിടക്കുക. കുഴിയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ തക്കവണ്ണം ചിലപ്പോൾ ഒരു ചെറിയ കയറിട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു കമ്പിട്ട് തന്നാൽ മതി. ഞാൻ കണ്ട ഒരു ചെറിയൊരു കാരിക്കേച്ചറാണ്. ഒരു മനുഷ്യൻ കുഴിയിൽ കിടക്കുക. കുഴിയിൽ കിടക്കുമ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ തക്കവണ്ണം ഒരു മനുഷ്യൻ ഇങ്ങനെ മുട്ടിന്മേലിരുന്ന് കൈ താപ്പോട്ട് നീട്ടിക്കൊടുക്കുക. അങ്ങോട്ട് എത്തുന്നില്ല, ഇവൻ ചാടുന്നു. ഇവനങ്ങ് ആ മേളിരിക്കുന്നവൻ കൈ നീട്ടിക്കൊടുക്കുകയും ആ കൈയെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ താഴെ കിടക്കുന്നവൻ വിചാരിച്ചു അവൻ എന്ത് കഷ്ടപ്പാട് സഹിക്കുക. അതേസമയം ആ പടത്തിലുണ്ട്, ആ മേളിൽ ഒരു ചെറിയൊരു ഏണി അവിടെ കിടപ്പുണ്ട്, ഒരു കയറും കിടപ്പുണ്ട്. ഈ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ അത്രയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അവൻ കേവലം ഒരു കയറിട്ട് കൊടുത്താൽ മതി, ഒരു ഏണി ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ ലോകത്തിൻ്റെ മുൻപിൽ ഒരു നാട്യത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യയശാസ്ത്രം അങ്ങനെയല്ല. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന് ദൈവം എന്നെ കരയേറ്റി. നിങ്ങളും ഞാനുമൊക്കെ സാക്ഷിക്കാനുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. നമ്മൾ തന്നെ പറയത്തില്ലയോ, ജീവിതത്തിൽ പ്രതീക്ഷയെല്ലാം പോയതായിരുന്നു. ഇന്ന് നമുക്ക് പറ്റിപ്പോകുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു. നമ്മൾ പറയത്തില്ലയോ, ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന തലത്തിലേക്ക് നമ്മൾ പോകുകയാണ്. നമ്മളെ സഹായിക്കുന്ന, കരുതുന്ന പല കരങ്ങളെയും കണ്ടില്ല എന്ന് നമ്മൾ നടിക്കുന്നു. നമുക്ക് വേണ്ടി നന്മ പറഞ്ഞ പല മുഖങ്ങളെയും കേട്ടില്ല എന്ന് നടിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി വൈത്താരകൾ പാടിയ നാവുകളെ നമ്മൾ ദുഷിക്കുന്നു. ഇന്ന് അങ്ങനെയുള്ള പലതിനെയും നമ്മൾ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞൊരു സംഭവമുണ്ട്. ഫേസ്ബുക്കിൽ ആ മനുഷ്യന് ഫ്രണ്ട്ഷിപ്പുകൾ 5000-ഓളമായി. 5000 കഴിഞ്ഞപ്പോൾ പുതിയ ആൾക്കാരെ ആ പ്രൊഫൈലിൽ ചേർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചു, എന്നാൽ കുറേ പേരെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ കുറേ പേരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു 19 പേരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം പ്രാധാന്യമില്ലാത്തവരെന്ന് ചിന്തിച്ച ആളുകൾ. പക്ഷേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പുതിയ ആളുകളെ കയറ്റുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, ആ മനുഷ്യനിടുന്ന പല ഫോട്ടോസിനും, ആ മനുഷ്യൻ്റെ ആർട്ടിക്കിൾസിനും പ്രസംഗങ്ങൾക്കുമൊക്കെ ലൈക്കിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു, ലൈക്കുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അവൻ പഴയ വീഡിയോകളൊക്കെ എടുത്തു നോക്കി, എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ കുറഞ്ഞത് 50, 60, 100 പേരെങ്കിലുമൊക്കെ കുറഞ്ഞത് ലൈക്ക് ചെയ്യുന്നത്, ഇപ്പം എന്തുകൊണ്ടാണ് പറ്റുന്നത്? യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ അന്നേരമാണ് മനസ്സിലായതാ, താൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതൊക്കെ തൻ്റെ പ്രൊഫൈലിനും, തൻ്റെ പാട്ടുകൾക്കും, തൻ്റെ പ്രസംഗങ്ങൾക്കും, എഴുത്തുകൾക്കുമൊക്കെ ലൈക്ക് ചെയ്യുന്നവരെയാണ്. ലൈക്ക് ചെയ്യുന്നവരെ, ഷെയർ ചെയ്യുന്നവരെയും ഡിലീറ്റ് ചെയ്തിട്ട്, എന്നാൽ ഇതിനോട് പ്രതികരിക്കാത്തവരെ അവൻ നിലനിർത്തി. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പലപ്പോഴുമുള്ള ഒരു പ്രശ്നം ഇതാ എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കുഴഞ്ഞ ചേറ്റിലായിരുന്നപ്പോൾ, നാശകരമായ കുഴിയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ഇറങ്ങി വന്നവരെയൊക്കെ നമ്മൾ മറന്നുപോയി. എൻ്റെ ദൈവം എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. അവരുടെ സ്നേഹം നമ്മൾ മറന്നു പോകുന്നു. ചിലരെയൊക്കെ നമ്മൾ ഇന്ന് വ്യർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നമുക്ക് നമ്മളുടെ കാര്യസാധ്യം നടത്തിത്തരാനുള്ള കുറേ ഉപാധികൾ മാത്രമായിട്ട് നമ്മളിന്ന് മാറ്റി. അവരെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരൊക്കെ യഥാർത്ഥത്തിൽ ഓർത്തോണം, അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലെ
ഒരു 100 പേരിൽ ഒരാളായിട്ട് പോലും നമ്മളെ കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് അവരൊക്കെ നമ്മുടെ സ്വന്തമാണ്. നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ പ്രാധാന്യം കൊടുക്കുന്ന പലരും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ പ്രാധാന്യം കൊടുക്കാത്ത പലരും ദൈവത്തിൻ്റെ കരുണയോടെ നമ്മളെ പിന്തുടരുന്നുണ്ട്. അത് തിരിച്ചറിയാനിടയാകണം. ഓരോ മനുഷ്യനും എപ്പോഴും ഹൃദയത്തിൽ പറയണം, ദൈവമേ നീ എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നെന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മളുടെ മനസ്സ് കടന്നു ചെല്ലണം. ദൈവമേ ഞാനത് ആ ചെളിയിലേക്ക് താണു പോകുകയാണ്, കഴുത്തറ്റം പോയി, താടിയോളം പോയി, വായോളം വരുന്നു, മൂക്കിൻ്റെ അടുത്ത് വരെ എത്തി. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് ആ ദൈവം രക്ഷപ്പെടുത്തിയത്. നിങ്ങൾക്ക് എന്നേക്കാളും ഒത്തിരി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. മാരക രോഗങ്ങൾ പിടിപെട്ട് ശരീരം തളർന്ന അനുഭവത്തിൽ, കടബാധ്യത കൊണ്ട് മുടിഞ്ഞു മുണ്ടക്കോല് വെച്ച് പോയ അനുഭവത്തിൽ, ദുഷ്പേര് കൊണ്ട് ഇനി ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച അനുഭവത്തിൽ, ഓടി ഒളിക്കാൻ ശ്രമിച്ച അനുഭവത്തിൽ ദൈവം തമ്പുരാൻ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വലിയ സ്നേഹം നമ്മളെ നടത്തി. ആ ദൈവത്തിൻ്റെ സ്നേഹം സഹോദരങ്ങളെ സ്നേഹിക്കുവാനും കരുതുവാനുമൊക്കെയുള്ളൊരു അനുഭവം ഉണ്ടാകണം. കുഴിയിൽ താണുപോയ ഒരുവൻ പാറമേൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഈ പാറമേൽ നിൽക്കുക എന്നുള്ളതിന് 2 കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്തിലുണ്ട്. ഒന്നാമത് ഓർത്തോണം, ഇതുവരെ നമ്മൾ കാലുറപ്പിച്ച് നിന്നത് ഉറപ്പില്ലാത്ത വെറും പൂഴിയായിട്ട് കിടന്ന ചെളിയായിട്ട് കിടന്ന ലോകത്തിൻ്റേതായ ചില അനുഭവങ്ങളില്ല, ദൈവമില്ലാത്ത അനുഭവങ്ങളില്ല. ദൈവമാകുന്ന പാറയിൽ ദൈവം നമ്മളെ ഉയർത്തി വെച്ചു. അതായത് ചെളിയിൽ കിടക്കുന്നവന് പാറ പോലെയുള്ള ഒരു അനുഭവം കിട്ടുക എന്ന് പറയുന്നത് വലുതാണ്. രണ്ടാമത് ഓർത്തോണം, ദൈവം എന്നെ പാറമേൽ നിർത്തിയെന്ന് പറയുമ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു, നമ്മളുടെ ശക്തി വർദ്ധിപ്പിച്ചു, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി. ഇന്ന് പലപ്പോഴും നമ്മൾ ചെളിയിലായി പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെ കാഴ്ചപ്പാടിൽ പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ ഉറപ്പില്ല, സ്ഥിരതയില്ല, വിശുദ്ധിയും നന്മയുമില്ല, ചവിട്ടുന്നതൊക്കെയും നാശത്തിൻ്റെ അനുഭവങ്ങളാണ്. നാശത്തിൻ്റെ അനുഭവത്തിലും ഒരു പാറയുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡിൽ കണ്ടുകൊണ്ടിരിക്കുക. ഒരു നന്മയില്ല, രക്ഷപ്പെടത്തില്ല, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി ഞാനൊന്നും ആകത്തില്ല. പക്ഷേ അവിടെയും പാറയുണ്ട്. പാറ തടസ്സമല്ല, തടങ്കൽ പാറയല്ല, ഉറച്ചു നിൽക്കുവാനുള്ള ചില അനുഭവമാണ്. ഈ പാറയിൽ ജീവജലത്തിൻ്റെ അനുഭവമുണ്ട്. പാറ പൊട്ടിച്ചു കഴിഞ്ഞാലും ഓർത്തോണം, ഈ പാറ കൊണ്ട്, നല്ല പാറയാണെങ്കിൽ അതുകൊണ്ട് ബിൽഡിങ്ങുകൾ കെട്ടാൻ പറ്റും, ഒരു പുതിയ തുടക്കമുണ്ടാക്കാൻ പറ്റും. നമ്മളുടെയൊക്കെ ജീവിത സാക്ഷ്യം അങ്ങനെയാകണം. പാറമേൽ അവൻ എന്നെ ഉറപ്പിച്ച് നിർത്തി. പാറമേൽ ഉറപ്പിച്ച് നിർത്തുമ്പോൾ കാൽ മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം, പാറയിൽ നിന്ന് തെന്നിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ വെറും പൂഴിയിൽ ചവിട്ടി നിൽക്കുന്നത് സുഖമാണെന്ന് തോന്നിപ്പോകും. ഇന്ന് നമുക്ക് താല്പര്യമില്ലാത്ത എന്താണെന്നറിയോ? പാറയെ ചവിട്ടാൻ താല്പര്യമില്ല, ഉറപ്പുള്ളിടത്തൂടെ പോകാൻ താല്പര്യമില്ല. ചില വെല്ലുവിളികളാണ്. കാരണം പാറയിൽ തെന്നിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. വഴുവഴുപ്പുണ്ടെന്നും പറഞ്ഞ് പാറയിൽ ചവിട്ടാതെ നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. ജീവിതം പരാജയമാണെന്ന് വെച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടും. വിവാഹ ജീവിതം ഭാരമേറിയതാണെന്ന് വെച്ച് അതിൽ നിന്ന് ഒളിച്ചോടും. ആത്മീക ശുശ്രൂഷ ഭാരമാണെന്ന് വെച്ച് അതിട്ടിട്ട് പോകും. നന്മ ചെയ്യുന്നത് ബാധ്യതയാണെന്ന് വെച്ച് ആരെയും കരുതാതിരിക്കും. മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറഞ്ഞാൽ അവൻ ചതിക്കുമോ എന്ന് പേടിച്ച് നന്മ ചെയ്യാതിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഉറപ്പിൻ്റെ എല്ലാ അനുഭവങ്ങളിലും, പാറയുടെ എല്ലാ അനുഭവങ്ങളിലും വെല്ലുവിളികൾ ഒത്തിരി ഉണ്ട്. സംഭവിക്കാം, വീഴാം. അതുകൊണ്ട് വാത്സല്യമുള്ളവരെ, ജീവിതത്തിലേറെ ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയാലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കണ്ട, ബാധ്യതകൾ ഏറ്റെടുക്കാൻ മടിക്കണ്ട, മറ്റുള്ളവരെ സഹായിക്കാൻ മടിക്കണ്ട. പൂഴിമണലിൽ ചവിട്ടുന്നതിനേക്കാളും ചെളിയിൽ ചവിട്ടുന്നതിനേക്കാളും അത് താൽക്കാലിക സുഖം തരുമെങ്കിലും നാശത്തിലേക്ക് പോകുമെന്ന് ഓർത്ത് വ്യർത്ഥമായ ജീവിതചര്യകളൊക്കെ വിട്ട് ദൈവത്തിൻ്റെ ഉറപ്പിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കണം. ദൈവം തമ്പുരാൻ തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.